Hi all, welcome to Competitive Cracker. I am Soumya, HSSD Botany faculty ആണ്. 13 വർഷമായി ബോട്ടണി റിലേറ്റഡ് ആയിട്ടുള്ള ഫീൽഡിൽ ടീച്ചറായിട്ട് വർക്ക് ചെയ്യുന്നു. ഇനി ഞാൻ സിസിയുടെ കൂടെ നിങ്ങൾക്കൊപ്പം കാണുന്നതാണ്. നിങ്ങളൊരു പോസ്റ്റ് ഗ്രാജുവേറ്റ് ഹോൾഡർ ആണോ ബോട്ടണിയിൽ? നിങ്ങൾക്ക് BEd ഉണ്ടോ? സെറ്റ് ക്വാളിഫൈഡ് ആണോ? എങ്കിൽ നിങ്ങളുടെ ഏറ്റവും വലിയ ഒരു ആഗ്രഹമായിരിക്കും ഒരു HSSD ഹയർ സെക്കൻഡറി അധ്യാപികയാവുക അല്ലെങ്കിൽ അധ്യാപകനാവുക എന്നുള്ളത് അല്ലെ. ആ നേട്ടം നമ്മൾക്ക് സാധ്യമാണോ? നമ്മൾ കുറെ വർഷങ്ങൾ കഴിഞ്ഞു, PG BEd എന്നിവ കംപ്ലീറ്റ് ചെയ്തിട്ട് സെറ്റ് ക്വാളിഫൈഡ് ആയിട്ട് വർഷങ്ങൾ കഴിഞ്ഞു, ഇനി എനിക്ക് അത് പറ്റുമോ എന്നുള്ള സംശയം പലരിലും ഉണ്ടായിരിക്കും അല്ലെ. അത് ഒരു സംശയം വേണ്ട. നമുക്ക് കൃത്യമായിട്ട് ഒരു പ്ലാനിങ്ങോട് കൂടി ഡീറ്റെയിൽ സിലബസ് കംപ്ലീറ്റ് ആയിട്ട് സ്റ്റെപ്പ് ആയിട്ട് ഒരു ഷോർട്ട് കട്ടുകളൊക്കെ ഉപയോഗിച്ച് പഠിച്ചാൽ തീർച്ചയായും നമുക്ക് ആ ആഗ്രഹം, ഒരു ഹയർ സെക്കൻഡറി അധ്യാപന രംഗത്ത് തന്നെ ഏറ്റവും നല്ല ഒരു പോസ്റ്റാണ് അല്ലെ, ഒരു ഹയർ സെക്കൻഡറി ടീച്ചർ എന്നുള്ളത്. അത് നമുക്ക് നമ്മുടെ കൈപ്പിടിയിൽ ഒതുങ്ങാൻ പറ്റും. ഓക്കെ, അതിന്റെ ഫസ്റ്റ് സ്റ്റെപ്പ് എന്താണ്? അതിന്റെ ഫസ്റ്റ് സ്റ്റെപ്പ് എന്ന് പറയുന്നത് നമ്മൾ അറിഞ്ഞിരിക്കേണ്ടത് HSSD ബോട്ടണി ഹയർ സെക്കൻഡറി എഡ്യൂക്കേഷന്റെ സിലബസ് എന്താണ്. ഒരു 100 മാർക്കിന്റെ ഒരു സിലബസ് ഉണ്ട്. നമ്മൾ PSC നമുക്കൊരു സിലബസ് തന്നിട്ടുണ്ട് അല്ലെ, ഡീറ്റെയിൽ ആയിട്ടുള്ള ഒരു സിലബസ്. അത് നമുക്ക് ആ സിലബസിനെ കുറിച്ച് നമുക്ക് ക്ലിയർ ആയിട്ടുള്ള ഡീറ്റെയിൽ ആയിട്ടുള്ള ഒരു ഐഡിയ ഉണ്ടായിരിക്കണം. നമ്മൾ ഒരു സിലബസ്, ഫസ്റ്റ് സ്റ്റെപ്പ് എന്ന് പറയുന്നത് സിലബസ് പഠിക്കുക എന്നുള്ളതാണ്. ഓക്കെ, ഒരു സിലബസ് അറിയാതെ അവിടുന്ന് ഒരു കുറച്ച് DNA കുറിച്ച് സ്ട്രക്ചർ, കുറച്ച് GK, കുറച്ച് കറണ്ട് അഫയേഴ്സ്, കോൺസ്റ്റിറ്റ്യൂഷൻ, ഇത്രയും മാത്രം നമ്മൾ ഒരു ഓർഡർ ഇല്ലാണ്ട് പഠിച്ചു പോയാൽ നമ്മളുടെ ആഗ്രഹം നമുക്ക് നേടിയെടുക്കാൻ പറ്റില്ല. അതിനൊരു സിസ്റ്റമാറ്റിക് ആയിട്ടുള്ള ഒരു പാറ്റേൺ ഓഫ് സ്റ്റഡി വേണം അല്ലെ. അതിന് ഫസ്റ്റ് സ്റ്റെപ്പ് ആണ് നമ്മളെ സിലബസ് അറിയുക എന്നുള്ളത്. ഓക്കെ, അപ്പൊ ഒരു 100 മാർക്കിന്റെ ഒരു സിലബസിൽ എന്തൊക്കെയാണുള്ളത്, എന്തൊക്കെയാണ് നമുക്ക് പഠിക്കേണ്ടത്, എങ്ങനെയാണ് പഠിക്കേണ്ടത്, അതിനെ കുറിച്ചാണ് ഞാൻ ഇവിടെ പറയാൻ പോകുന്നത്. ഓക്കെ, അപ്പൊ ഒരു 100 മാർക്കില് 70 മാർക്ക് എന്ന് പറയുന്നത് HSSD ബോട്ടണി എക്സാം ആണ് അല്ലെ. 70 മാർക്സ് ബിലോങ്സ് ടു നമ്മുടെ ബോട്ടണി സബ്ജക്റ്റ് ആണ്. നമ്മൾ BSc MSc ക്ലാസ്സുകളിൽ പഠിച്ചിട്ടുള്ള അതേ ടോപ്പിക്കുകൾ, അതേ സബ്ജക്റ്റുകൾ അല്ലെ. കുറെ കാര്യങ്ങൾ പഠിച്ചു, ഒരു വ്യത്യാസവുമില്ല. സെമസ്റ്റർ വൈസ് ആയിട്ട് നമ്മൾ കുറെ കാര്യങ്ങൾ, ഇയർ വൈസ് ആയിട്ടും നമ്മൾ കുറെ കാര്യങ്ങൾ പഠിച്ചിട്ടുണ്ട്. അത് തന്നെ, ഒരു വ്യത്യാസവുമില്ല, ഒന്നുമില്ല. അതിൽ 60 മാർക്ക് ഫുൾ ആയിട്ട് കൃത്യമായിട്ട് നമുക്ക് ആ സിലബസ് ഡീറ്റെയിൽ ആയിട്ട് പഠിച്ചാൽ നമുക്ക് കൃത്യമായിട്ട് 60ൽ നമുക്ക് 60 തന്നെ മേടിക്കാം. ഓക്കെ, ഒരു നടക്കാത്ത സ്വപ്നമൊന്നുമല്ല, നമുക്ക് മേടിക്കാൻ പറ്റും. ഓക്കെ, പിന്നെ 70 മാർക്സ് ആണ് ബോട്ടണിയിൽ എന്ന് പറഞ്ഞു അല്ലെ. 60 മാർക്ക് നമ്മൾ ബോട്ടണി MSc BSc ടോപ്പിക്കുകളിലാണ്. അപ്പൊ ബാക്കിയുള്ള റിമൈനിങ് 10 മാർക്ക് എവിടെ കിടക്കുന്നു? റിമൈനിങ് 10 മാർക്സ് എന്ന് പറയുന്നത് നമ്മൾ കറണ്ട് അഫയേഴ്സ് എന്ന് പറയും അല്ലെ. അതുപോലെ തന്നെ കറണ്ട് അഫയേഴ്സ് ഇൻ GK, കറണ്ട് അഫയേഴ്സ് ഇൻ GK ആൻഡ് കറണ്ട് അഫയേഴ്സ് എന്ന് പറഞ്ഞാൽ നമ്മൾ PSC എക്സാമുകളിൽ പഠിക്കാറുണ്ട് അല്ലെ. അതുപോലെ 60 മാർക്ക് പ്ലസ് 10 മാർക്സ്, 70 മാർക്സിലെ ലാസ്റ്റ് 10 മാർക്സ് എന്ന് പറയുന്നത് മൊഡ്യൂൾ 7 ആണ്. ആ മൊഡ്യൂൾ 7 എന്ന് പറയുന്നത് റീസെന്റ് ട്രെൻഡ്സ് ഇൻ ബോട്ടണി ആണ്. ബോട്ടണിയിലെ റീസെന്റ് ട്രെൻഡ്സ് ആണ് പഠിക്കേണ്ടത്. ഓക്കെ, അപ്പോൾ നമ്മളെ 100 മാർക്ക് PSC HSSD ജൂനിയർ ബോട്ടണി എക്സാമില് 100 മാർക്കില് 70 മാർക്ക് ബോട്ടണി ബിലോങ്സ് ടു ബോട്ടണി അല്ലെ. ബോട്ടണി എന്ന സബ്ജക്റ്റിനാണ് 70 മാർക്ക്. ബാക്കി അത് പാർട്ട് 1 എന്ന് പറയും. പാർട്ട് 1 70 മാർക്ക്. ബാക്കി പാർട്ട് 2, 3, 4 ഉണ്ട്. എന്താണ് പാർട്ട് 2? നമ്മൾ BEdലേക്ക് വരുന്നു. BEdൽ പഠിച്ച ടീച്ചിങ് ആപ്റ്റിറ്റ്യൂഡ്, റിസർച്ച് മെത്തഡോളജി ആണ് നെക്സ്റ്റ് 10 മാർക്ക്. അപ്പോൾ 70 + 10 80 ആയി. റിമൈനിങ് 10 അത് പാർട്ട് 3 ആണ്. ആ പാർട്ട് 3ൽ എന്തൊക്കെ വരുന്നു നമുക്കറിയാം അല്ലെ. കോൺസ്റ്റിറ്റ്യൂഷൻ, നമ്മളൊരു ഇന്ത്യൻ സിറ്റിസൺ ആണ്. അപ്പൊ നമ്മൾ അറിഞ്ഞിരിക്കണം, നമ്മളൊരു ഹയർ സെക്കൻഡറി ടീച്ചർ ആവാൻ പോവുകയാണ് അല്ലെ. നമ്മൾ കുട്ടികൾക്ക് പഠിപ്പിച്ചു കൊടുക്കണം ഒരു ഇന്ത്യൻ സിറ്റിസന്റെ ഫണ്ടമെന്റൽ റൂട്ടീസ് എന്താണ്, റൈറ്റ്സ് എന്താണ്, അമെൻമെന്റ്സ് എന്താണ്, ആർട്ടിക്കിൾസ് എന്താണ്, എല്ലാം പഠിപ്പിച്ചു കൊടുക്കണം. അപ്പൊ കോൺസ്റ്റിറ്റ്യൂഷൻ ആണ് പാർട്ട് 3ൽ മെയിൻ ടോപ്പിക്. പിന്നെ നമ്മളെ കേരളത്തിലെ റിനൈസൻസ്, പിന്നെ സോഷ്യൽ വെൽഫെയർ സ്കീംസ്, ഇത്രയും ടോപ്പിക്കുകളാണ് പാർട്ട് 3ൽ വരുന്നത്. ലാസ്റ്റ് പാർട്ടാണ് പാർട്ട് 4. ഏതാണ് പാർട്ട് 4? പാർട്ട് 4 ആണ്. പാർട്ട് 4ൽ വരുന്ന ടോപ്പിക് ആണ് GK ആൻഡ് കറണ്ട് അഫയേഴ്സ്. അപ്പൊ എന്താണ് നിങ്ങൾക്ക് മനസ്സിലായത്? നമ്മളെ 100 മാർക്കിന്റെ HSSD ജൂനിയർ ബോട്ടണി എക്സാം ഹയർ സെക്കൻഡറി ഡിപ്പാർട്ട്മെന്റില് എന്തുണ്ട്? 100 മാർക്കാണ്. അതില് 4 പാർട്ടായിട്ട് ക്ലാസിഫൈ ചെയ്തിരിക്കുന്നു. പാർട്ട് 1 ബിലോങ്സ് ടു ദി സബ്ജക്ട് ബോട്ടണി ഓൺലി. ഓക്കെ, ഈ പാർട്ട് 1ല് എത്ര മൊഡ്യൂൾ ഉണ്ട് നോക്കുക. പാർട്ട് 1 നോക്കുക, ലാസ്റ്റ് മൊഡ്യൂൾ ആണ് പാർട്ട് മൊഡ്യൂൾ 7 വരെ പാർട്ട് 1ൽ ഉൾപ്പെടുന്നു. എത്രയുണ്ട്? മൊഡ്യൂൾ 7. അപ്പൊ എത്ര മൊഡ്യൂൾ ഉണ്ട്?
പാർട്ട് 1 7 മൊഡ്യൂൾസ് ആണ് ഉള്ളത് പാർട്ട് 1. ഓക്കെ, പിന്നെ പാർട്ട് 2 എന്താണ്? റിസർച്ച്. നമ്മൾ പാർട്ട് 1 ഡീറ്റെയിൽ ആയിട്ട് പറയൂ കേട്ടോ. ഓക്കെ, പാർട്ട് 2 എന്താണ്? പാർട്ട് 2 നമ്മൾ ബി.എഡിന്റെ ടോപ്പിക് ആയിട്ടുള്ള റിസർച്ച് മെത്തഡോളജി ആൻഡ് ടീച്ചിങ് ആപ്റ്റിറ്റ്യൂഡ്. അപ്പൊ ടോട്ടൽ എത്ര മാർക്കായി? 70 മാർക്സ് ബോട്ടണി പ്ലസ് ടീച്ചിങ് ആപ്റ്റിറ്റ്യൂഡ് 80 മാർക്സ് അല്ലെ. പാർട്ട് 3 10 മാർക്സ് ആണ്. അതിൽ എന്തൊക്കെ വരുന്നു? ഇന്ത്യൻ കോൺസ്റ്റിറ്റ്യൂഷൻ, കേരള റിനൈസൻസ് ആൻഡ് സോഷ്യൽ വെൽഫെയർ പ്രോഗ്രാംസ് ആണ് പാർട്ട് 3 വരുന്നത്. ഓക്കെ, നെക്സ്റ്റ് 90 മാർക്കായി. ലാസ്റ്റ് പാർട്ട് 4 ആണ്. 10 മാർക്സ് ആണുള്ളത്. ഇതിൽ GK ആൻഡ് കറണ്ട് അഫയേഴ്സ് വരുന്നു. ഓക്കെ, ഇതാണ് ഒരു ഐഡിയ അല്ലെ. നമ്മുടെ 100 മാർക്ക് നമ്മുടെ HSST ബോട്ടണി ജൂനിയർ എക്സാമിന്റെ ഒരു സിലബസിന്റെ ഒരു ജനറൽ ആയിട്ടുള്ള ഒരു ടൈപ്പ് ഇതാണ് അല്ലെ. ഇനി നമ്മൾ പറഞ്ഞു 70 മാർക്സ് ബിലോങ്സ് ടു ബോട്ടണി സബ്ജക്റ്റ് ആണ് അല്ലെ. അതിലെ 7 മൊഡ്യൂൾ ഉണ്ട്. ഓരോ മൊഡ്യൂളിനും 10 മാർക്ക് വീതം 70 മാർക്സ് ആണ്. ഓക്കെ, ആ മൊഡ്യൂൾ എങ്ങനെയാണ് പഠിക്കുക? നമുക്ക് വളരെ സിമ്പിൾ ആയിട്ട് പഠിക്കാം. ഇത് ബുദ്ധിമുട്ടൊന്നുമില്ല. അപ്പൊ ഫസ്റ്റ് സ്റ്റെപ്പ് എന്താ നമ്മൾ പറഞ്ഞത്? ഫസ്റ്റ് സ്റ്റെപ്പ് നമ്മൾ അറിഞ്ഞിരിക്കേണ്ടത് നമ്മുടെ സിലബസ് ആണ് അല്ലെ. അപ്പൊ ആ സിലബസിലേക്ക് പോകാം. ഓക്കെ, സിലബസിൽ നമുക്കറിയാം എന്തൊക്കെയാണ് നമ്മൾ BSc MSc ക്ലാസ്സുകളിൽ പഠിച്ചിട്ടുള്ളത്. ആൽഗയെ കുറിച്ച് പഠിച്ചിട്ടുണ്ട്, ബ്രയോഫൈറ്റ്സ്, ടെറിഡോഫൈറ്റ്സ് അല്ലെ, മൈക്രോ ടെക്നിക്. പിന്നെ എന്തൊക്കെയാ പഠിച്ചിരിക്കുന്നത്? ബയോടെക്നോളജി. പിന്നെ എന്താ നമ്മൾ ഏറ്റവും ഇഷ്ടപ്പെട്ട സബ്ജക്റ്റ് ആയിട്ടുള്ള ജെനറ്റിക്സ്, ടാക്സോണമി, മോർഫോളജി അല്ലെ, ബയോടെക്നോളജി, മോളിക്കുലാർ ബയോളജി. ഈ മോളിക്കുലാർ ബയോളജി, ജെനറ്റിക് ഒക്കെ നമുക്ക് സ്റ്റെപ്പായിട്ട് എളുപ്പത്തിൽ പഠിക്കാം. ബയോസ്റ്റാറ്റിക്സ്, ബയോഫിസിക്സ് ഒക്കെ. കുറച്ച് ബുദ്ധിമുട്ട് എന്ന് പറയുന്നത് ഫസ്റ്റ് തന്നെ നമ്മൾ ഒരു BSc ക്ലാസ് ആണെങ്കിൽ MSc ക്ലാസ് ആണെങ്കിൽ ഫസ്റ്റ് സെമസ്റ്ററുകളിൽ പഠിക്കുന്നതാണ് ആൽഗെ, ബ്രയോഫൈറ്റ്സ്, ടെറിഡോഫൈറ്റ്സ് അല്ലെ. കുറെ നെയിംസ്, ബയോളജിക്കൽ ക്ലാസിഫിക്കേഷൻസ് എല്ലാം ഉണ്ടായിരിക്കും. കുറച്ച് പാടാണ് അല്ലെ. പക്ഷെ പാടൊന്നുമില്ല. നമ്മൾ വളരെ സിമ്പിൾ ആയിട്ട് കുറെ ഷോർട്ട് കട്ടുകളൊക്കെ ഉപയോഗിച്ചിട്ട്, കുറച്ച് ട്രിക്കൊക്കെ ഉപയോഗിച്ചിട്ട്, എക്സാമുകൾക്കൊക്കെ കുറെ ഷോർട്ട് ആയിട്ടുള്ള ഒരു ട്രിക്സ് ഒക്കെ ഉപയോഗിച്ചിട്ട്, നമ്മളൊരു മിസ്റ്റർ മോഡി എന്നൊക്കെ പറഞ്ഞ് ആ പേരിനനുസരിച്ചിട്ട് ആണ് നമ്മൾ എക്സാമ്പിൾസ് ഇങ്ങനെ അറേഞ്ച് ചെയ്യുന്നത്. അങ്ങനെ വളരെ സിമ്പിൾ ആയിട്ടുള്ള മെത്തേഡിലൂടെ നമുക്ക് നമ്മളെ പോർഷൻസ്, ആൽഗി, ബ്രയോഫൈറ്റ്സ്, ടെറിഡോഫൈറ്റ്സ് എല്ലാം പഠിക്കാം. ഓക്കെ, അപ്പൊ മൊഡ്യൂൾ 1 വരാണ്. മൊഡ്യൂൾ 1 എന്തൊക്കെയാണ് ടോപ്പിക്കുകൾ ഉള്ളത്? മൊഡ്യൂൾ 1 നമ്മൾ ഈ പറഞ്ഞ ടോപ്പിക്കുകൾ ഏതൊരു BSc MSc ക്ലാസ് ആയാലും ഫസ്റ്റ് ചാപ്റ്റേഴ്സ്, ഫസ്റ്റ് ടോപ്പിക്കുകൾ ഇതിലാണ് തുടങ്ങുക. അത് തന്നെയാണ് നമ്മളുടെ സിലബസിലും. ഇതാണ് ഫസ്റ്റ് മൊഡ്യൂൾ വരുന്ന ടോപ്പിക്കുകളാണ്. അതിലൊരു 8 പാർട്ടായിട്ട് ക്ലാസിഫൈ ചെയ്തിരിക്കുന്നു. ഫസ്റ്റ് പാർട്ട് ഫൈക്കോളജി, സെക്കൻഡ് പാർട്ട് മൈക്കോളജി, തേർഡ് പാർട്ട് പ്ലാൻ പാത്തോളജി, ഫോർത്ത് പാർട്ട് ഏതാണ്? ബ്രയോളജി. ബ്രയോളജി കഴിഞ്ഞാൽ ആരാ വരാറ്? ബ്രയോളജിയുടെ കൂടെ ബ്രയോഫൈറ്റ്സിന്റെ കൂടെ ടെറിഡോഫൈറ്റ്സ് അല്ലെ. ടെറിഡോഫൈറ്റ്സ് കഴിഞ്ഞാൽ ജിംനോസ്പെംസ് കഴിഞ്ഞാൽ കൂടെ ആരാ വരേണ്ടത്? ആൻജിയോസ്പെം. പക്ഷെ ആൻജിയോസ്പെം വേറൊരു മൊഡ്യൂളിലാണ് വന്നിരിക്കുന്നത്. ജിംനോസ്പെം കഴിഞ്ഞാൽ വന്നിരിക്കുന്നതാണ് മൈക്രോബയോളജി, ദെൻ പാലിയോബോട്ടണി. ഇത്രയും ടോപ്പിക്കുകളാണ് പാർട്ട് 1 ഉൾക്കൊള്ളിച്ചിരിക്കുന്നത്. ഓക്കെ, ഇനി പാർട്ട് 2 പോവാൻ എത്രയാണ്? 10 മാർക്സ് ആണ്. അതിൽ നമ്മൾ ആൻജിയോസ്പെം വന്നു. ആൻജിയോസ്പെം അനാട്ടമി, മൈക്രോടെക്നിക്, എംബ്രിയോളജി, അതിലാണ് മെഗാസ്പോറോജെൻസിസ്, മൈക്രോസ്പോറോജെൻസിസ്, ഫെർട്ടിലൈസേഷൻ ഒക്കെ ഉണ്ടല്ലോ. വളരെ രസകരമായിട്ട് നമുക്ക് നമ്മുടെ ഹ്യൂമൻ റിപ്രൊഡക്ഷൻ പഠിക്കുന്ന പോലെ തന്നെ സെക്ഷൽ റിപ്രൊഡക്ഷൻ പഠിക്കാം. അതിൽ എംബ്രിയോളജി പഠിക്കാം, സ്ട്രക്ചർ ഓഫ് എംബ്രിയോസ്. ഓക്കെ, നെക്സ്റ്റ് ടോപ്പിക് ആണ് പാലിനോളജി. വാട്ട് ഈസ് മീൻ ബൈ പാലിനോളജി? സ്റ്റഡി അബൌട്ട് പോളൻ ഗ്രെയിൻ ഈസ് നോൺ ആസ് പാലിനോളജി അല്ലെ. നെക്സ്റ്റ് ടോപ്പിക് പ്ലാന്റ് ബ്രീഡിംഗ് ആൻഡ് എവല്യൂഷൻ. ഇത്രയും ടോപ്പിക് മൊഡ്യൂൾ 10 എത്രയാണ്? അതിന്റെ മാർക്ക് 10 മാർക്കാണ് ഉള്ളത്. ഓക്കെ, നെക്സ്റ്റ് പാർട്ട് 1 നമ്മുടെ സബ്ജക്ട് ബോട്ടണിയിലെ മൊഡ്യൂൾ 3 വരുന്ന ടോപ്പിക്കുകളാണ് ടാക്സോണമി. കൂടെ ആരുണ്ടായിരിക്കും? മോർഫോളജി ഉണ്ടായിരിക്കും, എക്കണോമിക് ബോട്ടണി, എത്നോബോട്ടണി, ഫൈറ്റോജിയോഗ്രഫി, ഫോറസ്റ്റ് ബോട്ടണി ആൻഡ് എൻവയോൺമെന്റൽ ബയോളജി. ഇതെല്ലാം നമ്മൾ പഠിച്ചിട്ടുള്ളതാണ് അല്ലെ. അത്രയും റിലേറ്റഡ് ആയിട്ടുള്ള കുറച്ച് ടോപ്പിക്കുകളാണ് മൊഡ്യൂൾ 3 വരുന്നത്. മൊഡ്യൂൾ 4 2 പാർട്ടേ ഉള്ളൂ, 2 ഭാഗേ ഉള്ളൂ. പക്ഷേ ആ ഭാഗങ്ങൾ കുറച്ച് ഡീറ്റെയിൽ ആയിട്ട് കുറച്ച് അത്യാവശ്യം പഠിക്കാനുള്ള, അത്യാവശ്യം റീസെന്റ് ആയിട്ടുള്ള ബയോളജിയിലെ കുറച്ച് ഫീൽഡാണ് അല്ലെ. ഏതാണത്? സെൽ ആൻഡ് മോളിക്കുലർ ബയോളജി, സ്ട്രക്ചർ ഓഫ് DNA, RNA, പിന്നെ DNA റെപ്ലിക്കേഷൻ, DNA ട്രാൻസ്ക്രിപ്ഷൻ, ട്രാൻസ്ലേഷൻ, പ്രോട്ടീൻ സിന്തസിസ്, ഹ്യൂമൻ ജീനോം പ്രൊജക്ട്, DNA സീക്വൻസിങ്, ഫിംഗർ പ്രിന്റിംഗ്. ആ ടോപ്പിക്കുകളൊക്കെ വരുന്നതാണ് ഇത് മൊഡ്യൂൾ 4 പാർട്ട് 1 രണ്ടാമത്തെ പാർട്ടാണ്. ജെനറ്റിക്സ് അത്യാവശ്യം കുറെ പഠിക്കാനുണ്ട്. നല്ലൊരു ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള ടോപ്പിക്കാണ് ഈ രണ്ടും ഉള്ളത് അല്ലെ. ഓക്കെ, നെക്സ്റ്റ് മൊഡ്യൂൾ 5ാമത്തെ മൊഡ്യൂളിൽ എന്തൊക്കെ വരുന്നു? പ്ലാന്റ് ഫിസിയോളജി. ഓക്കെ, ഫോട്ടോസിന്തസിസ്, റെസ്പിറേഷൻ, സൈക്കിൾസ്, ക്രിബ്സ് സൈക്കിൾ, പിന്നെ C4 സൈക്കിൾ, C3 സൈക്കിൾ, അങ്ങനെയുള്ള കാര്യങ്ങൾ, ലൈഫ്
ഫോട്ടോഫോസ്ഫോറിലേഷൻ, സൈക്ലിക് ഫോട്ടോഫോസ്ഫോറിലേഷൻ, ഈ ടോപ്പിക്കുകളൊക്കെ അതൊരു സൈക്കിൾ വെച്ച് കോഡ് വെച്ച് വളരെ സിമ്പിൾ ആയിട്ട് നമുക്ക് പഠിക്കാവുന്നതേ ഉള്ളൂ. അതാണ് പ്ലാന്റ് ഫിസിയോളജിയിൽ വരുന്നത്. ദെൻ ബയോകെമിസ്ട്രി, അതിലേതൊക്കെയാണ് കാർബോഹൈഡ്രേറ്റ്, ലിപ്പിഡ്, ഓക്കെ, പ്രോട്ടീൻസ്, ഇതിന്റെയൊക്കെ സ്ട്രക്ചർ, ന്യൂക്ലിയോടൈഡിന്റെ സ്ട്രക്ചർ, ഇത്രയും കാര്യങ്ങളാണ് ബയോകെമിസ്ട്രിയിൽ വരുന്നത്. ദെൻ ബയോഫിസിക്സ്, ദെൻ ബയോസ്റ്റാറ്റിസ്റ്റിക്സ്. ഇത്രയും മൊഡ്യൂൾ 5 വരും. ലാസ്റ്റ് മൊഡ്യൂൾ നമ്മൾ പഠിച്ച കാര്യങ്ങളിലെ BSc MSc ക്ലാസ്സുകളിൽ പഠിച്ചതിലെ ലാസ്റ്റ് മൊഡ്യൂൾ ആയിട്ട് വരുന്നതാണ് ബയോടെക്നോളജി. റീസെന്റ് ആയിട്ടുള്ള ഒരു ഫീൽഡ് ഓഫ് ബയോളജിയാണ് ബയോ ഇൻഫർമാറ്റിക്സ് ആൻഡ് കമ്പ്യൂട്ടർ ആപ്ലിക്കേഷൻസ്. ഇത്രയും മൊഡ്യൂളുകളാണ് ബോട്ടണി നമ്മൾ സബ്ജക്റ്റിൽ പഠിച്ചിട്ടുള്ള ടോപ്പിക്കുകളായിട്ട് വരുന്നത്. ഇനി 7 മൊഡ്യൂളാണുള്ളത്. ഓരോ മൊഡ്യൂളിനും 10 മാർക്ക് വീതമാണ് നമ്മൾ അറേഞ്ച് ചെയ്തിരിക്കുന്നത് അല്ലെ. അപ്പൊ ലാസ്റ്റ് മൊഡ്യൂള്, 7ാമത്തെ മൊഡ്യൂള്, നമ്മൾ ബോട്ടണി MSc BSc ക്ലാസ്സുകളിൽ പഠിച്ച ടോപ്പിക്കായിട്ട് ഒരു ബന്ധവും ഇല്ല. എന്താണ് ആ ടോപ്പിക്കിന്റെ പേര്? ബോട്ടണി റിലേറ്റഡ് 10 മാർക്സ് തന്നെയാണ്. റീസെന്റ് ഡെവലപ്മെന്റ്സ് ഇൻ ബോട്ടണി, അതായത് ബോട്ടണിയിലെ കറണ്ട് അഫെയർസ് ആണ് നമ്മൾ പഠിക്കേണ്ടത്. ഓക്കെ, അപ്പൊ നിങ്ങൾക്ക് ഒരു ഐഡിയ കിട്ടിയല്ലോ എന്താണ് നമ്മൾക്ക് HSST ബോട്ടണി ജൂനിയർ ഫാക്കൽറ്റി അല്ലെ ഹയർ സെക്കൻഡറി എഡ്യൂക്കേഷനിലെ സിലബസിലെ 70 മാർക്ക് എങ്ങനെയാണ് ക്ലാസിഫൈ ചെയ്തിരിക്കുന്നതെന്നും ഒരു ഐഡിയ കിട്ടിയല്ലോ. ഇനി നമ്മൾ എടുക്കാൻ പോകുന്നത് എന്താണ്, നമ്മുടെ മൊഡ്യൂൾ 1 നമ്മളൊരു മോഡലായിട്ട് നിങ്ങൾക്ക് എങ്ങനെ നമുക്ക് ഇത് പഠിച്ചു തുടങ്ങാം, എങ്ങനെ സിമ്പിൾ ആയിട്ട്. ഫൈക്കോളജി എന്ന് പറയുമ്പോൾ തന്നെ നമ്മളൊക്കെ പഠിച്ചതാണ്, മാർക്ക് ലഭിച്ചതാണ്, നമ്മൾ ഫീൽഡ് വിസിറ്റ് പോയിട്ടുണ്ട്, നല്ല ഇൻട്രസ്റ്റിംഗ് ആയിട്ട് നമ്മളെ ആ കാലഘട്ടം അല്ലെ ഓർമ്മയിലേക്ക് വരുന്നുണ്ട്. പക്ഷേ ഈ ആൽഗയുടെ പേര്, ക്ലാസിഫിക്കേഷൻസ്, എക്സാമ്പിൾസ് ഒക്കെ പഠിക്കുമ്പോൾ ഒക്കെ മറവിലേക്ക് പോയി കൊണ്ടിരിക്കുകയാണ് അല്ലെ. അത് നമുക്ക് പൊടി തട്ടിയെടുക്കാം വളരെ സിമ്പിൾ ആയിട്ട്. എങ്ങനെ അത് സാധ്യമാക്കാം? അതിനൊരു എക്സാമ്പിൾ ആയിട്ട് നമ്മളൊരു ഫസ്റ്റ് മൊഡ്യൂളിലെ ഫസ്റ്റ് ടോപ്പിക് ഒന്ന് പറയുകയാണ്. ഓക്കെ, നമുക്ക് പഠിക്കാം, ഒരുമിച്ച് പഠിക്കാം. ഓക്കെ, ഏതാണ് പാർട്ട് 1 ആണ്. ഏതാണ് പാർട്ട് 1? ഫൈക്കോളജി ആണ് അല്ലെ. എന്താണ് ഫൈക്കോളജി എന്ന് പറഞ്ഞാൽ എല്ലാവർക്കും അറിയാം. എന്താ ഫൈക്കോളജി? നമ്മളൊരു ബോട്ടണി ആസ്പിറന്റ് ആണ്, ബോട്ടണി ടീച്ചർ ആവാൻ പോകുന്ന ആളാണ്. അപ്പൊ എല്ലാവർക്കും അറിയാം കുറെ ബ്രാഞ്ചസ് ഓഫ് ബയോളജി ഉണ്ട് അല്ലെ. ബയോളജിയിൽ അതിലൊരു ബ്രാഞ്ചാണ് ഫൈക്കോളജി എന്ന് പറയുന്നത്. വാട്ട് ഇസ് മെന്റ് ബൈ ഫൈക്കോളജി? ഫൈക്കോളജി എന്ന് പറഞ്ഞാൽ സ്റ്റഡി അബൌട്ട് ആൽഗയാണ് അല്ലെ. ആൽഗകളെ കുറിച്ചുള്ള പഠനമാണ് ഫൈക്കോളജി. അപ്പൊ ഏതൊരു ബ്രാഞ്ച് ഓഫ് ബയോളജി അല്ലെങ്കിൽ ഏതൊരു സബ്ജക്ട് പഠിക്കുമ്പോഴും നമ്മൾ അതിന്റെ ഫാദർ ആരാണെന്ന് പഠിക്കാറുണ്ട് അല്ലെ. ബയോളജിയുടെ ഫാദർ ആരാണ്? എല്ലാവർക്കും അറിയാം, അരിസ്റ്റോട്ടിൽ ആണ്. ബോട്ടണിയുടെ ഫാദർ ആരാണ്? തിയോഫ്രാസ്റ്റസ് ആണ്. സുവോളജിയുടെ ഫാദർ ആരാണ്? അരിസ്റ്റോട്ടിൽ ആണ് അല്ലെ. അപ്പോ ബയോളജിയുടെയും സുവോളജിയുടെയും ഫാദർ അരിസ്റ്റോട്ടിൽ ആണ്, ബോട്ടണിയുടെ ഫാദർ തിയോഫ്രാസ്റ്റസ് ആണ്, നമുക്കറിയാവുന്നതാണ്. എങ്കിൽ ആരാണ് ഫൈക്കോളജിയുടെ ഫാദർ? ഫൈക്കോളജിയുടെ ഫാദർ ആരാണ്? ഫ്രിഷ് ആണ് ഫൈക്കോളജിയുടെ ഫാദർ അല്ലെ. ഫ്രിഷിനെ നമുക്കറിയാം അല്ലെ. ബോട്ടണി MSc ബോട്ടണി ലൈബ്രറിയിൽ പോയിട്ട് നമ്മൾ ആ ലൈബ്രറിയിൽ നിന്ന് 2 വോള്യൂം ഓഫ് ബുക്ക്, ഫ്രിഷിന്റെ ഒരു ബുക്ക് എടുക്കാറുണ്ട്. ആ ബുക്കിന്റെ പേരെന്താണ്? സ്ട്രക്ചർ ആൻഡ് റിപ്രൊഡക്ഷൻ എന്നുള്ള ബുക്ക്. ആ സ്ട്രക്ചർ ആൻഡ് റിപ്രൊഡക്ഷൻ എന്ന് പറയുന്ന ബുക്ക് എഴുതിയ ആരാണ്? ഫെലിക്സ് യൂജീൻ ഫ്രിഷ് ആണ്. ആരുടെ ഫാദർ എന്നറിയപ്പെടുന്നത്? ഫൈക്കോളജിയുടെ ഫാദർ എന്നറിയപ്പെടുന്നത്. ഹു ഈസ് നോൺ ആസ് ദി ഫാദർ ഓഫ് ഫൈക്കോളജി? Felix Eugene Frisch is known as the father of psychology. Okay, അങ്ങനെയാണെങ്കിൽ ആരാണ് ഇന്ത്യൻ ഫൈക്കോളജിയുടെ ഫാദർ? ഇന്ത്യൻ ഫൈക്കോളജിയുടെ ഫാദർ ആണ് MOP അയ്യങ്കാർ. ആരാണ്? MOP അയ്യങ്കാർ ആണ് ഇന്ത്യൻ ഫൈക്കോളജിയുടെ ഫാദർ. ഓക്കെ, MOP അയ്യങ്കാറിന്റെ പ്രത്യേകത എന്താണ്? ഇന്ത്യൻ ഫൈക്കോളജിയുടെ ഫാദർ ആണ്. ഫെലിക്സ് യുജീൻ ഫ്രിഷ് ആരാണ്? നമ്മുടെ ഫാദർ ഓഫ് ഫൈക്കോളജി ആണ് അല്ലെ. അപ്പോ നമ്മളുടെ ഫസ്റ്റ് ടോപ്പിക്, ഫൈക്കോളജിയിലെ ഫസ്റ്റ് ടോപ്പിക് എന്ന് പറയുന്നത് ആരുടെ ക്ലാസിഫിക്കേഷൻ ആണ്? ആൽഗൽ ക്ലാസിഫിക്കേഷൻ ബൈ 2 പേരുണ്ട്, 2 സയന്റിസ്റ്റ് ഉണ്ട്. ആരാണ് ആ സയന്റിസ്റ്റ്? ഫ്രിഷിന്റെ ക്ലാസിഫിക്കേഷൻ, ഫാദർ ഓഫ് ഫൈക്കോളജിയുടെ ഫാദർ ആയിട്ടുള്ള ഫ്രിഷിന്റെ ക്ലാസിഫിക്കേഷൻ. ദെൻ രണ്ടാമത്തെ ക്ലാസിഫിക്കേഷൻ ആണ് സിമ്പിൾ ക്ലാസിഫിക്കേഷൻ. ഫ്രിഷിന്റെ ക്ലാസിഫിക്കേഷൻ പഠിച്ച് നമുക്ക് സിമ്പിൾ ആയിട്ട് സ്മിത്തിന്റെ ക്ലാസിഫിക്കേഷൻ പഠിക്കാൻ പറ്റും. അപ്പൊ 2 ക്ലാസിഫിക്കേഷൻ ഓഫ് ആൽഗെ പഠിക്കണം. ആരുടെയൊക്കെയാണ്? ഫ്രിഷ് ആൻഡ് സ്മിത്ത്. ഓക്കെ, ഫ്രിഷിന്റെ ക്ലാസിഫിക്കേഷൻ ഫാദർ ഓഫ് ഫൈക്കോളജി അല്ലെ. അദ്ദേഹത്തിന്റെ ക്ലാസിഫിക്കേഷൻ എന്ന് പറയുന്നത് ഒരു ഇലോബറേറ്റ് ആയിട്ടുള്ള, കോംപ്രിഹെൻസീവ് ആയിട്ടുള്ള ഒരു വലിയൊരു ക്ലാസിഫിക്കേഷൻ ആണ്. അദ്ദേഹം ആൽഗേനെ ഒരു 11 ക്ലാസ് ആയിട്ട് ക്ലാസിഫൈ ചെയ്തിട്ടുണ്ട്. ഓക്കെ, ഇതാ നോക്കുക, 11 ക്ലാസ് ആയിട്ട് ക്ലാസിഫൈ ചെയ്തിട്ടുണ്ട്. ഓക്കെ, ആ 11 ക്ലാസ് എങ്ങനെ പഠിക്കുക? അതിന് എക്സാമ്പിൾസ് പഠിക്കണം, ഫീച്ചേഴ്സ് പഠിക്കണം അല്ലെ. ഇതൊക്കെ എങ്ങനെ പഠിച്ചെടുക്കാൻ പറ്റും? ഇതൊക്കെ പഠിച്ച് ഓൾറെഡി കഴിഞ്ഞതല്ലേ. ഇനി ഈ എക്സാമിന് വേണ്ടി എങ്ങനെ പഠിക്കും അല്ലെ?
അതാണ് നമ്മളുടെ മനസ്സിൽ അലട്ടുന്ന ഒരു ചിന്ത അല്ലെ. പക്ഷെ നമുക്ക് സിമ്പിളായ മെത്തേഡിലൂടെ പഠിക്കാം അല്ലെ. ചേരല്ലേ, നമ്മൾ കൂടെ ചേരാം അല്ലെ. ഒന്ന് നോക്കൂ എങ്ങനെ നമുക്ക് പഠിക്കാം. അതായത് ഫിഷ് ആകേനെ 11 ക്ലാസ് ആയിട്ട് ക്ലാസിഫൈ ചെയ്തിരിക്കുന്നു. എന്താ ക്ലാസ്, മറന്നുപോയോ? ഈ 5C ആണ് ക്ലാസിന്റെ സിമ്പിൾ അല്ലെ. എന്താണ് ക്ലാസ്? ഓക്കെ, ക്ലാസ് എന്താന്ന് പറഞ്ഞുതരാം. എന്താണ് ക്ലാസ്? ടാക്സോണമിക് കാറ്റഗറീസ് അറിയാം അല്ലെ. അതായത് നോമൻക്ലേച്ചർ ചെയ്യുമ്പോൾ, ടാക്സോണമി ചെയ്യുമ്പോൾ, നെയിമിംഗ് ചെയ്യുമ്പോൾ ഓർഗാനിസത്തിനെ ഡിഫറെന്റ് കാറ്റഗറീസ് ആയിട്ട് ക്ലാസിഫൈ ചെയ്തിരിക്കും അല്ലെ. അതിനെയാണ് ടാക്സോണമിക് കാറ്റഗറീസ് എന്ന് പറയാ. റിലേറ്റഡ് ആയിട്ടുള്ള ഗ്രൂപ്പുകളെ എന്തായിട്ട് ക്ലാസിഫൈ ചെയ്യും? ഡിഫറെന്റ് കാറ്റഗറീസ് ആയിട്ട് ക്ലാസിഫൈ ചെയ്യും. അപ്പോ ഏതൊക്കെയാണ് ടാക്സോണമിക് കാറ്റഗറീസ്? നമുക്ക് പറയാം അല്ലെ. നമ്മൾ ഫസ്റ്റ് സ്റ്റെപ്പായിട്ട്, അതായത് ആദ്യം തുടങ്ങാണ് അല്ലെ. സിമ്പിൾ ആയിട്ട് പഠിക്കാൻ പോവാണ്. ഓക്കെ, അപ്പൊ നമ്മൾ ഇത് അറിഞ്ഞിരിക്കണം, ബേസ് അറിഞ്ഞിട്ട് വേണം പഠിക്കാനായിട്ട്. ഓക്കെ, അപ്പൊ എങ്ങനെയാണ് ഒരു കാറ്റഗറി ടാക്സോണമി ചെയ്യുമ്പോൾ ഓരോ ഗ്രൂപ്പ്, റിലേറ്റഡ് ആയിട്ടുള്ള ഗ്രൂപ്പുകളെ ഓരോ കാറ്റഗറീസ് ആയിട്ട് ക്ലാസിഫൈ ചെയ്യും. അതിനെയാണ് ടാക്സോണമിക് കാറ്റഗറീസ് എന്ന് പറയാം. ഏതൊക്കെയാണ് ടാക്സോണമിക് കാറ്റഗറീസ്? അത് എന്തായാലും അറിഞ്ഞിരിക്കണം. ഒരു ബൊട്ടാണിസ്റ്റ് ആയാലും സുവോളജിസ്റ്റ് ആയാലും ഒരു ബോട്ടണി ഓർ സുവോളജി ടീച്ചർ ആയാലും സ്റ്റുഡന്റ് ആയാലും നമ്മൾ ആ ടാക്സോണമിക് കാറ്റഗറീസ് എന്താണെന്ന് ഓർഡർ ആയിട്ട് അറിഞ്ഞിരിക്കണം. ഓക്കെ, ബയോളജി പഠിക്കുമ്പോൾ. ഓക്കെ, അപ്പൊ ഏതൊക്കെയാണ് ടാക്സോണമിക് കാറ്റഗറി എന്ന് പറഞ്ഞാൽ ഫസ്റ്റ് കാറ്റഗറിയാണ് കിങ്ഡം. ഓക്കെ, ഗ്രൂപ്പ് ഓഫ് കിങ്ഡം കഴിഞ്ഞാൽ സെക്കൻഡ് ടാക്സോണമിക് കാറ്റഗറിയാണ് ഫൈലം ഓർ ഡിവിഷൻ. എല്ലാവർക്കും അറിയാവുന്നതാണ്, നമ്മൾ ഒന്നുകൂടെ അത് ക്ലിയർ ആയിട്ട് ഒന്ന് പഠിക്കുന്നത് മാത്രം. അത് കഴിഞ്ഞിട്ട് വരുന്നതാണ് ക്ലാസ്. നെക്സ്റ്റ് ടാക്സോണമിക് കാറ്റഗറിയാണ് ഓർഡർ. നെക്സ്റ്റ് ഓർഡർ കഴിഞ്ഞാൽ ഫാമിലി കഴിഞ്ഞാൽ ജീനസ്, സ്പീഷീസ്. അപ്പൊ ഇത് എന്തിനാണ് ഇവിടെ പറയുന്നത് എന്ന് ചോദിച്ചാല്, ആൽഗേനെ ഫിഷ് ക്ലാസിഫൈ ചെയ്തിരിക്കുന്നത് 11 ക്ലാസസ് ആയിട്ടാണ്. അപ്പൊ എന്താണ് ക്ലാസ് എന്നറിയണ്ടേ? ക്ലാസിനെ റെപ്രസെന്റ് ചെയ്യുന്നത് അവസാന ലെറ്റർ ആണ് 5CA. എങ്കിൽ ഡിവിഷനെ റെപ്രസെന്റ് ചെയ്യുന്ന ലാസ്റ്റ് വേർഡാണ് ഫൈറ്റ. കിങ്ഡം എന്ന് പറയുമ്പോൾ ഇതാ ആനിമൽ കിങ്ഡം, പ്ലാന്റ് കിങ്ഡം അല്ലെ. ഫൈലം എന്ന് പറയുമ്പോൾ ഫൈറ്റ. ഓക്കെ, സൈനോഫൈറ്റ എന്ന് പറയും. ക്ലാസ് എന്ന് പറയുമ്പോൾ സൈനോഫൈസിയയിൽ അവസാനിക്കും. അപ്പൊ എന്താണ്? ഗ്രൂപ്പ് ഓഫ് റിലേറ്റഡ് ക്ലാസസിനെയാണ് ഫൈലം എന്ന് പറയാ. ഗ്രൂപ്പ് ഓഫ് റിലേറ്റഡ് ഫൈലത്തിനെയാണ് കിങ്ഡം എന്ന് പറയാ. ഗ്രൂപ്പ് ഓഫ് റിലേറ്റഡ് ഓർഡറിനെയാണ് ക്ലാസസ് എന്ന് പറയാ. ഗ്രൂപ്പ് ഓഫ് റിലേറ്റഡ് ഫാമിലീസിനെയാണ് ഓർഡർ എന്ന് പറയാ. ഗ്രൂപ്പ് ഓഫ് റിലേറ്റഡ് ജീനസിനെയാണ് ഫാമിലി എന്ന് പറയാ. ഗ്രൂപ്പ് ഓഫ് റിലേറ്റഡ് സ്പീഷീസിനെയാണ് ജീനസ് എന്ന് പറയാ. ഇത്രയും ക്ലിയർ ആയല്ലോ. അപ്പൊ എന്തിനാ നമ്മൾ ഇതിവിടെ പറഞ്ഞത്? ഈ ഓർഡറിൽ പഠിക്കുക. ഏതൊക്കെയാണ്? ടാക്സോണമിക്, കിങ്ഡം, ഫൈലം, ക്ലാസ്, ഓർഡർ, ഫാമിലി, ജീനസ്, സ്പീഷീസ്. എങ്ങനെയാണ് ഫിഷ് ക്ലാസിഫൈ ചെയ്തത്? ആൽഗേസിനെ 11 ക്ലാസസ് ആയിട്ട്. അപ്പൊ ഈ വീട് ഇതിലാണ് അവസാനിക്കുക, 5CAയിലാണ് അവസാനിക്കുക. ഓക്കെ, ഏതൊക്കെയാണ് 11 ക്ലാസസ്? ഓക്കെ, അപ്പൊ എന്താണ് നമ്മുടെ ഫിഷ് എന്ന് പറയുന്ന ഫൈക്കോളജിയുടെ ഫാദറിന്റെ ക്ലാസിഫിക്കേഷനിൽ അദ്ദേഹം ആൽഗേനെ 11 ക്ലാസ് ആയിട്ട് ക്ലാസിഫൈ ചെയ്തു. ഓക്കെ, ക്ലാസ് അവസാനിക്കുന്ന വേർഡ് ഏതാണ്? 5CA. അപ്പൊ ഓരോ ക്ലാസ്സും 5CAയിലാണ് അവസാനിക്കുക. നോട്ട് ചെയ്യാം. ഓക്കെ, അപ്പൊ ഇനി ഈ 11 പേര് എങ്ങനെ പഠിച്ചെടുക്കും? ദൈവമേ, എങ്ങനെ പഠിച്ചെടുക്കും? നമുക്ക് സിമ്പിൾ ആയിട്ട് പഠിച്ചിരിക്കാം ഒരു കോഡ് ഉപയോഗിച്ചിട്ട്. ഓക്കെ, എങ്ങനെയാണ് പഠിക്കാം അല്ലെ? റെഡി അല്ലേ? അപ്പൊ നോക്കുക. അപ്പൊ നമുക്ക് ഈ 11 ക്ലാസ്സസും വളരെ സിമ്പിൾ മെത്തേഡിലൂടെ പഠിക്കാം ഒരു കോഡ് ഉപയോഗിച്ചിട്ട്. ഓക്കെ, 4C ഉണ്ട് കേട്ടോ. 4C ആരാണ്? C4 പ്ലാന്റ്സിനെ ആലോചിക്കുക. ബോട്ടണിയിലെ C4 പ്ലാന്റ്സ് എന്താണെന്ന് അറിയാത്ത ആരും ഇല്ല. അത് നമ്മൾ ഡീറ്റെയിൽ ആയിട്ട് പ്ലാന്റ് ഫിസിയോളജിയിൽ പഠിക്കും. C4 പ്ലാന്റ്സ് എന്താണെന്ന് കേട്ടിട്ടുണ്ടല്ലോ. അപ്പൊ 4C ഉണ്ട് കേട്ടോ. C. ഈ ഓരോ സിക്കും ഒരു പേരുണ്ടായിരിക്കും. ഓക്കെ, 4Cയും അതിന്റെ പേരും കൂടിയായാൽ എത്ര ക്ലാസ് ആയി? 8 ക്ലാസ്. പിന്നെ ഒരു 3 പേരും കൂടി. ആ 3 പേരെ നമുക്ക് ഒരു കോഡ് ഇട്ട് പഠിക്കാം. ഓക്കെ, അപ്പൊ 4C എഴുതാ. ആദ്യത്തെ സിന്റെ പേരാണ് X. അപ്പൊ രണ്ടാമത്തെ ക്ലാസ്. രണ്ടാമത്തെ സിയുടെ പേരാണ് B. മൂന്നാമത്തെ സിയുടെ പേരാണ് പാറായി അല്ലെ ആള്. മൂന്നാമത്തെ സിയുടെ പേരാണ് D. നാലാമത്തെ സിയുടെ പേരാണ് എട്ടാമത്തെ ആളായിരിക്കും അല്ലെ. ആരാണ്? CX, CB, CD, CE. ഓക്കെ, ഈ ഒരു ലെറ്റർ വെച്ചിട്ട് നമുക്ക് ഈ 8 ക്ലാസ്സസ് വളരെ സിമ്പിൾ ആയിട്ട് പഠിക്കാം. ഏതാണ്? 4C ഉണ്ട്. ഓരോ സിക്കും ഒരു പേരുണ്ട്. ഫസ്റ്റ് സിന്റെ പേര് X, സെക്കൻഡ് സിന്റെ പേര് B, തേർഡ് സിന്റെ പേര് D, ഫോർത്ത് സിന്റെ പേര് E. ഓക്കെ, അപ്പൊ എന്താണ്? CX, CB, CD, CE. എന്തായി പറയുന്നേ? ഇനി ഇവരുടെ പേര് പറയാം നമുക്ക്.
ശ്രദ്ധിക്കാ പേര്. ഫസ്റ്റ് സി ക്ലോറോഫൈസിയെ, സാൻഡോഫൈസിയെ, അടുത്ത സി ക്രൈസോഫൈസിയെ, നെക്സ്റ്റ് സി ബാസിലാരിയോഫൈസിയെ, നെക്സ്റ്റ് സി ക്രിപ്റ്റോ അല്ലെ, ക്രിപ്റ്റോ കറൻസി അറിയാം. നെക്സ്റ്റ് സി ആണ്, മൂന്നാമത്തെ സി ആണ് ക്രിപ്റ്റോഫൈസിയെ, ഡി ഡൈനോഫൈസിയെ. ഇനി ലാസ്റ്റ് സി ഉണ്ട്, അതിന്റെ പേരാണ് ക്ലോറോഫൈസിയെ അല്ല, ക്ലോറോ മുണീഡിയെ. ഓക്കെ, അതിന്റെ പേരാരാണ്? ഇ ആണ് അല്ലെ. ഇ ആരാണ്? യുഗ്ലിനോഫൈസിയെ. നമ്മൾ പഠിച്ചു 8 ക്ലാസ്സസ്, ഫിഷിന്റെ ക്ലാസിഫിക്കേഷനിലെ 8 ക്ലാസ്സസ് ഇത്ര സമയം കൊണ്ട് നമ്മൾ പഠിച്ചു. ഏതൊക്കെയാണ്? 4 സി, അതിന്റെ പേര് ഏതൊക്കെയാണ്? ഫസ്റ്റ് സി എക്സ്, സെക്കൻഡ് സി ബി, തേർഡ് സി ഡി, ഫോർത്ത് സി ഇ. ഒന്ന് പറയാ, സി എക്സ്, സി ബി, സി ഡി, സി ഇ. ഓക്കെ, ഇനി നമ്മൾ അതിനെ ക്ലാസ്സസ് ആയിട്ട് പറയാം. ക്ലോറോഫൈസിയെ, സാൻഡോഫൈസിയെ, സെക്കൻഡ് സി ക്രൈസോഫൈസിയെ, പെയർ ബി ബാസിലാരോഫൈസിയെ, ഫിഫ്ത്ത് സി ക്രിപ്റ്റോഫൈസിയെ, അതിന്റെ പേര് ഡി ഡൈനോഫൈസിയെ, സെവൻത്ത് സി ക്ലോറോ മുണീഡിയെ, അതിന്റെ പേര് 8. അപ്പൊ 8 ക്ലാസ്സസ് ആയല്ലോ. നെക്സ്റ്റ് 9, 10, 11 അല്ലെ. പി ആർ മോദി. ഓക്കെ, പി എം മോദി അല്ല, പ്രൈം മിനിസ്റ്റർ മോഡി അല്ല കേട്ടോ. പി ആർ, പ്രൈം മിനിസ്റ്റർ അല്ല, പി ആർ മോഡി. അത് നമ്മൾ മറക്കില്ല. ആരാ പി ആർ? പി എല്ലാവർക്കും അറിയാം. ഒരു ബോട്ടണി പഠിച്ചിട്ടുള്ള ഒരു സ്റ്റുഡന്റിനെ 4 ആൽഗിയെ നമ്മൾ ഡീറ്റെയിൽ ആയിട്ട് പഠിച്ചുള്ളൂ. അതിൽ മറക്കാത്ത ആൽഗിയാണ് ബ്രൗൺ ആൽഗി ആയിട്ടുള്ള ഫിയോഫൈസിയെ. അപ്പൊ പി കൂടെ ഉണ്ടെങ്കിൽ ബ്രൗൺ ആൽഗയുടെ കൂടെ ആരുണ്ട്? റെഡ് ആൽഗയുടെ അല്ലെ. അപ്പൊ ഫിയോഫൈസിയാണ് 9ാമത്തെ ക്ലാസ് എങ്കിൽ അതിന്റെ കൂടെ ആരുണ്ട്? പി ആർ മോഡിയാണ് കേട്ടോ. ആരാണത്? റോഡോഫൈസിയെ. ഇവർ രണ്ടുപേരും നമ്മൾ ഒരിക്കലും മറക്കില്ല. ഇനി ആരാണുള്ളത്? മോദിനെ എം മറക്കാതിരിക്കാനാണ് നമ്മൾ ആരുടെ പേരിട്ടെ? പ്രൈം മിനിസ്റ്റർ മോദിയുടെ പേരിട്ടെ. എമ്മിൽ തുടങ്ങുന്നതാണ് മിക്സോഫൈസിയെ. മിക്സോഫൈസിയെ എന്ന് പറയുന്നത് നമ്മുടെ സൈനോബാക്ടീരിയ ഉൾക്കൊള്ളുന്ന ക്ലാസ്. ഓക്കെ, അപ്പൊ നമ്മള് ഫിഷിന്റെ ക്ലാസിഫിക്കേഷൻ ഏറ്റവും വലിയൊരു ക്ലാസിഫിക്കേഷനാണ്. അത് ഭയങ്കര ബുദ്ധിമുട്ടാണ് നമുക്ക് പഠിക്കാൻ. ഈ ക്ലാസിഫിക്കേഷൻ എങ്ങനെ 11 പേര് പഠിക്കും? അത് ഓർഡർ ആയിട്ട് പഠിച്ചാൽ മാത്രമാണ് ഓർഡറിൽ നമുക്ക് പോയിന്റ്സ് ഒക്കെ ഉണ്ടായിരിക്കും, എക്സാമ്പിൾസ് ഉണ്ടായിരിക്കും. പക്ഷെ ഹെഡിങ് ആ ഫൈസിയെ ക്ലാസ് ചെയ്താന്ന് നമ്മൾ മറന്നു അല്ലെ. അപ്പൊ അതിനെന്ത് വേണം? നമ്മളൊരു കോഡ് ഇട്ട് പഠിക്കണം. ഏതാണ് കോഡ്? 4 സിയും അദ്ദേഹത്തിന്റെ പേരും പി ആർ മോഡിയും. ഓക്കെ, ആരൊക്കെയാണ് 4 സി? ഫസ്റ്റ് സിയുടെ പേര് എക്സ്, സി എക്സ്. രണ്ടാമത്തെ സിന്റെ പേര് അത് മതി, നിങ്ങൾ ബാക്കിയുള്ളത് എഴുതിക്കൊള്ളും എന്ന് എനിക്കറിയാം അല്ലെ. നമുക്ക് ആ എക്സ് കിട്ടിയാൽ സാൻഡോഫൈസി ആണെന്ന് അറിയാം, ബി കിട്ടിയാൽ ബാസിലാരോഫൈസി ആണെന്ന് ഒരു ബോട്ടണി പഠിച്ച ആളുകൾക്ക് പറ്റും എഴുതാൻ. ഓക്കെ, ഡി പഠിച്ചാൽ ഡൈനോഫൈസി ആണെന്ന് എഴുതാൻ പറ്റും അല്ലെ. അപ്പൊ പറഞ്ഞോളൂ കോഡ് വെച്ച്. സി എക്സ്, സി ബി, സി ഡി, സിഇ, പിന്നെ പി ആർ മോഡി. 11 പേരായി. ഏതൊക്കെയാണ് ക്ലാസ്സസ്? ക്ലോറോഫൈസിയെ, സാൻഡോഫൈസിയെ, ക്രൈസോഫൈസിയെ, ബാസിലാരോഫൈസിയെ, ക്രിപ്റ്റോഫൈസിയെ, ഡൈനോഫൈസിയെ, നെക്സ്റ്റ് സി, ലാസ്റ്റ് സി ക്ലോറോമുണീഡിയെ, ഇ യുഗ്ലിനോഫൈസിയെ, പിന്നെ പി ആർ മോദി. പി ഫോർ ഫിയോഫൈസിയെ, ആർ ഫോർ റോഡോഫൈസിയെ, ആൻഡ് ലാസ്റ്റ് വൺ മോഡിയിലെ എം മിക്സോഫൈസിയെ. ഓക്കെ, നമ്മളെ ഫൈക്കോളജിയുടെ ഫാദർ ആയിട്ടുള്ള ഫിഷിന്റെ ക്ലാസിഫിക്കേഷൻ ആണ് ഏറ്റവും ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ക്ലാസിഫിക്കേഷൻ ആണ്. 11 ക്ലാസ്സസ് ആണുള്ളത്. അതിന് എക്സാമ്പിൾസും ഉണ്ട്. എക്സാമ്പിൾ ഇതിലും രസകരമായിട്ടുള്ള ഒരു കോഡിലൂടെയാണ് നിങ്ങളെ പഠിപ്പിക്കുന്നത്. ഇതുപോലുള്ള കോഡുകളിലൂടെയും ട്രിക്കുകളിലൂടെയും നമുക്ക് ആർക്കിയോളജി, ഫൈക്കോളജി, ബ്രയോളജി, ടേർഡോളജി എല്ലാം വളരെ സിമ്പിൾ ആയിട്ട് സ്റ്റെപ്പ് ബൈ സ്റ്റെപ്പ് ആയിട്ട് ഒരു പോയിന്റ് പോലും മിസ്സാകാതെ പഠിക്കാം. HSST നോട്ടിഫിക്കേഷൻ ഈ വർഷാവസാനം വരാനിരിക്കുകയാണ്. HSST സിലബസ്, HSST പോർഷൻസ് എങ്ങനെ പഠിക്കാം, അത് എന്തെങ്കിലും ഷോർട്ട് കട്ട് ഉണ്ടോ, എന്തെങ്കിലും ഈസി മെത്തേഡ് ഉണ്ടോ, അതെല്ലാമായി നിങ്ങൾക്ക് പറഞ്ഞു തരാനായിട്ട് ഞാൻ ഒരു ഫ്രീ ക്ലാസ്സുമായി ഒക്ടോബർ 30 വരുന്നു. ക്ലാസ്സിൽ ജോയിൻ ചെയ്യാൻ താല്പര്യമുള്ളവർ താഴെ കാണുന്ന ലിങ്കിൽ രജിസ്റ്റർ ചെയ്യുക.